മൈ ഗൈസ്, പിറ്റേസ് രാവിലെ നീച്ചിട്ട് പല്ലിച്ചു. അല്ലാതെ രാവിലെ നീച്ചിട്ട് ആരും അത്തപ്പൂക്കളിടൂലല്ലോ. ഈ ഭാവിന്ത് മണ്ട. ഈ ബോഗിൽ ഏന്നേരം അലാക്കിന് തിരക്കാവും. കാരണം എന്താ അറിയോ? ഇതാണ് ജാബി. ഒരു ബാഗ് ഡ്രസ്സും 3 ബാഗ് തിന്നാല സാധനങ്ങളുണ്ട് ട്രിപ്പിന്. അതുകൊണ്ട് തന്നെ ഓന്റെ ബോഗിൽ അലാക്കിന്റെ തിരക്ക്. ഞാനാണെങ്കിൽ രാവിലെ തന്നെ അസ്വസ്ഥനാണ്. കാരണം എന്താ, അപ്പിടാ മുട്ടി കുസൺ തുറന്ന വല്ല പൊട്ടക്കൻ്റെ തലട്ട് പോലെ ഇമ്മി മാപ്പയില്ലാത്ത എല്ലാം ഉണ്ട്. അവസാനം എന്നെ കണ്ണു മുട്ടിയാണ് കയറി. കാരണം എന്താ, വെട്ട് സഹിച്ചാലും മുട്ട് സഹിക്കാൻ പറ്റില്ല എന്ന കാരണന്മാർ പറഞ്ഞു. പിന്നീട് ഈ നായിക്കട്ടെ ഈ കുന്ത്രാണ്ടം കൊണ്ടുവന്നു. പിന്നെ അവിടെ എല്ലാവരും കൂടിയിട്ട് എന്നെ ബലാത്സംഗം ചെയ്യും. എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ അമ്മായിമാർ വന്നത്. അമ്മായി വന്ന് നമ്മളൊന്നും തന്നെ അനുഗ്രഹിച്ചു. ഇവൻ അനുഗ്രഹിക്കാൻ ചെന്ന പോകാൻ പറഞ്ഞു ഞാൻ അത്ര കാരണല്ല. പൈസ കൊടുക്കാത്ത പോലെ അവസ്ഥ ഉണ്ടോളി. എന്റെ വെർജിനിറ്റി നഷ്ടപ്പെട്ട ഇടങ്ങേറിലിരിക്കുമ്പോഴാണ് അടുത്ത അമ്മായി വന്നു. പൈസ കച്ചില്ല ഗൂഗിൾ പേ പറഞ്ഞപ്പോ സ്കാനറോട്ട് വന്നിരിക്കുന്നു. ഹൈടെക് അമ്മായി. ട്രെയിൻ കിട്ടാത്തോണ്ട് അമ്മായി പറഞ്ഞു കടന്ന് കുലിക്കണം അയ്യേ. കുലിക്കപ്പാണ്ട് പോയി. ഈ അമ്മായിന്റെ ഒരു ചെക്ക നല്ല ദാനധർമ്മശനാണ്. എല്ലാവർക്കും തരും. ഒരു ബിരിയാണി തിന്ന ഒരു ടൊമാറ്റോ സൂപ്പ് ഒക്കെ വാങ്ങിയ പോലെ അപ്പുറത്തേക്ക് ഇട്ടു. അത്രക്ക് ടേസ്റ്റ്. നേരം പോകത്തോണ്ട് എല്ലാരും എന്നെ മോട്ടറാക്കും. ഞാനാണ് മോട്ടറാവും. പിന്നെ അവിടെ പാട്ടും കൂത്തും വൈത്തുവാ. നമ്മളെ മോട്ടറാക്കാന്നില്ല മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലല്ലോ. അവിടെ എത്തിയിട്ട് നിൽക്കാനുള്ള റീൽസ് റിഹേഴ്സലാണ് ഈ നടത്തും. പിന്നെ അവിടെ അന്താഷ്കനെ കളിക്കുന്നത്. ഓണാണ് കിട്ടിയ മുതലേ. പിന്നെ ഒരു ഭായ ഒന്ന് പോകേണ്ട ഒരു കോപ്പിൽ വടാപ്പാവും വല്ല വിരുന്നേരെ പോലെ ആരൊക്കെ വന്നു പോകണം. ഇതിന്റെ അപ്പുറത്തിരിക്കണ പോലെ ഗാനമേള നടത്തിയിട്ട് എല്ലാരും ഇമ്പ്രസ് ചെയ്യാം. നമുക്ക് കണ്ടതിന് ഈഗോ ഇല്ലേ. നമ്മളപ്പുറത്ത് പോകിൽ പോയിട്ട് എല്ലാരോടും പറഞ്ഞു. പിന്നെ ഇത് കണ്ട ഡാപ്സ് വരെ മാറിയിട്ട് ഒരു മുക്ക് കണ്ട് നിൽക്കും. അമ്മാര് പരിപാടി. ഇതാളെ ഇന്നാണ് മോട്ടറാക്കും. ഞാനാ കണ്ടാണ് മോട്ടറാക്കും. ഇന്റെ പാട്ട് കണ്ട് കുറച്ചു നേരം ഒരു വൈബ് തന്നെ അറിയാം. ബാക്കി നാളെ